യെസ്, ഇവിടെ കോഡിഫിക്കേഷൻ എന്താന്ന് പറഞ്ഞല്ലേ. ഈ കോഡിഫിക്കേഷൻ സിസ്റ്റംസ് നോക്കാം. PDF കാണാലോ അല്ലെ? യെസ്, കോഡിഫിക്കേഷൻ സിസ്റ്റം ഇങ്ങനെയാണ്. ഒരു സാധനം നമ്മൾ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് നമുക്ക് കോഡിലൂടെ വെക്കുന്ന ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഡ് സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം എന്താണ്? ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം പ്രൊവൈഡിംഗ് numbers to understand the groups in stone, example 0 to 99. Then surgical items. അതായത് ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ നമ്പേഴ്സ് വെച്ചിട്ടായിരിക്കുള്ളൂ. ഇപ്പൊ ഗ്രൂപ്പ്സിന് നമ്മൾ ഓരോ നമ്പേഴ്സ് കൊടുക്കും. 0 മുതൽ 99 വരെയുള്ളത് എന്തായിരിക്കും? സർജറിക്കൽ ഐറ്റംസ് ആയിരിക്കുള്ളൂ അതിൽ വരുന്നത്. ഓക്കെ, ഇതാണ് ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റത്തിൽ വരുന്നത്. ജസ്റ്റ് അത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. മനസ്സിലായത്? നമ്പേഴ്സ് കൊടുത്തിട്ടാണ് ഒരു ഐറ്റത്തിന് നമ്മൾ തിരിച്ചറിയുന്നത്. സർജറിക്കൽ ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ എക്സാമ്പിൾ ആണ് 0 to 99 വരെ. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? ആൽഫബറ്റിക്കൽ. Alphabets are used to codify the materials first 3 letters used. അല്ലെ? ഫോർ എക്സാമ്പിൾ, അതായത് ആൽഫബറ്റിക്കൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 3 letters മാത്രമായിരിക്കുള്ളൂ ഐറ്റത്തിന്റെ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ്? ഇവിടെ SUR എന്നുണ്ട് കേട്ടോ. R എന്നുണ്ട്, അവിടെ SU എന്ന് മാത്രമേ ഉള്ളൂ. SUR എന്താണ്? ഫോർ ദ വേർഡ് സർജറിക്കൽ. അപ്പൊ ആൽഫബറ്റിക്കൽ കോഡ്സ് SUR എന്ന് മാത്രമായിരിക്കും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അത് എന്ത് ഐറ്റംസ് ആയിരിക്കും അതിൽ ഉണ്ടാവുന്നത്? സർജറിക്കൽ ഐറ്റംസ് ആയിരിക്കും അതിൽ ഉണ്ടായിരിക്കുക. അതാണ് ആൽഫബറ്റ്സ് കോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് 3 letters ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സർജറിക്കലിന്റെ ഫസ്റ്റ് 3 letters ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ? SUR. ഓക്കെ, അതാണ് ആൽഫബറ്റിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സെക്കൻഡ് വൺ. ഓക്കെ, തേർഡ് നോക്കി ആൽഫാന്യൂമറിക്കൽ സിസ്റ്റം. ആൽഫാന്യൂമറിക്കൽ സിസ്റ്റത്തിൽ എങ്ങനെയാ വരുന്നത്? ഇറ്റ് ഈസ് കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ സിസ്റ്റം. ഇവിടെ രണ്ട് രീതിയിൽ വരുന്നുണ്ട് അല്ലെ? ഒന്ന് ആൽഫബറ്റിക്സ് ഉണ്ട്, ന്യൂമറിക്സ് നമ്പേഴ്സും വരുന്നുണ്ട്. യൂസ് ആൽഫബറ്റ്സ് ടു ഷോ മെയിൻ ഗ്രൂപ്പ്സ് ആൻഡ് നമ്പേഴ്സ് ഫോർ സബ് ഗ്രൂപ്പ്സ്, വൈസ് വേഴ്സ. അതായത് ആൽഫബറ്റിക് ന്യൂമറിക്സ് വരുന്നുണ്ട്. അപ്പൊ രണ്ടും ആദ്യമായിട്ട് വരാം. ചിലപ്പോ ആദ്യം നമ്പേഴ്സ് വരാം, പിന്നെ അല്ലെങ്കിൽ അടുത്തത് ആൽഫബറ്റ്സ് ആയിരിക്കും വരുന്നത്. അപ്പൊ രണ്ട് രീതിയിൽ ഇത് വരാം കേട്ടോ. ആദ്യം ചിലപ്പോ ഒരു ഗ്രൂപ്പ്സിൽ മെയിൻ ഗ്രൂപ്പിൽ ചിലപ്പോ എന്ത് വരാം? ആൽഫബറ്റ്സ് വരാം. സബ് ഗ്രൂപ്പ്സിൽ എന്തായിരിക്കും? ന്യൂമറിക്കൽ ഗ്രൂപ്പ്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, രണ്ടും കോമ്പൈൻ ചെയ്ത് വരുന്നത് അല്ലെ? കോമ്പിനേഷൻ ആയിരിക്കും രണ്ടിന്റെ ഉണ്ടായിരിക്കും. അതാണ് ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായത്? ഹലോ. ഓക്കെ, then decimal system. ഇതായിരിക്കും decimal system. It is use of decimal to represent items. Example, അതായത് നമ്മൾ എന്താണ്? പോയിന്റ്സ് ഇട്ടിട്ടായിരിക്കും അല്ലെ? പോയിന്റ് ഇട്ടിട്ടായിരിക്കും ഐറ്റംസ് രേഖപ്പെടുത്തുമ്പോൾ 50.1432 അങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ? ഡെസിമൽ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കോഡിംഗ് ചെയ്യുന്നത്. അതാണ് ഡെസിമൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ് ഓഫ് ഡെസിമൽ ടു റെപ്രസെന്റ് ഐറ്റംസ്. ഓക്കെ, മനസ്സിലായല്ലോ അത്? Then Kodak system. നെക്സ്റ്റ് വരുന്നത് Kodak system. Kodak system എന്താണ്? Using 10 digits to represent an item. This is better to use in surgical department. Kodak system എന്ന് പറഞ്ഞാൽ എന്താണ്? Using 10 digits. അതായത് 10 digits വെച്ചിട്ടായിരിക്കും ഒരു ഐറ്റത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അത് സർജറിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ് Kodak സിസ്റ്റം ഉപയോഗിക്കുന്നത്. അതായത് ഓരോ ഐറ്റംസിന് എന്താണ്? 10 ഡിജിറ്റ് വെച്ചിട്ട് അല്ലെ 10 ഡിജിറ്റ് വെച്ചിട്ടായിരിക്കുള്ളൂ ആ ഐറ്റത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? Kodak സിസ്റ്റം എന്താണെന്ന് മനസ്സിലായല്ലോ? അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്താണെന്ന് കേട്ടോ. ഒരുപാട് എക്സ്പ്ലനേഷൻസ് വേണ്ട. ഓക്കെ, യെസ്. Then നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് ബ്രിഷ് സിസ്റ്റം. ബ്രിഷ്
ബ്രിഷ് എന്നാണ് വായിക്കുന്നത് കേട്ടോ. ബ്രിഷ് സിസ്റ്റം എന്ന് പറയുന്നത് 7 ഡിജിറ്റ്സുകളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് യൂസിങ് 7 digits to represent a specific item. It is based on numerical system. അതായത് ബ്രിഷ് സിസ്റ്റത്തിൽ നമ്മൾ 7 ഡിജിറ്റ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റത്തിന് നമ്മൾ 7 ഡിജിറ്റ്സ് ആയിരിക്കും അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 1.0000.00 കണ്ടോ? എത്ര ഡിജിറ്റ്സ് വരുന്നുണ്ട് അവിടെ? 1, 2, 3, 4, 5, 6, 7. ഓക്കെ, ഇത് മെഡിക്കൽ എക്യുപ്മെന്റ്സിനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ബ്രിഷ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് 7 ഡിജിറ്റ്സ് റെപ്രസെന്റ് ചെയ്തുകൊണ്ട് കോഡിംഗ് ചെയ്യുന്നു. ഓക്കെ, using 7 digits to represent a specific item. It is based on numerical system. അല്ലെ, ന്യൂമറിക്കൽ സിസ്റ്റം പോലെ തന്നെയാണ് എന്ത്? മെഡിക്കൽ എക്യുപ്മെന്റ്സിലാണ് ഇത് 7 ഡിജിറ്റ്സ് ഉപയോഗിച്ചുള്ള ഐറ്റംസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന് ബാക്കിയുള്ള എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1.02, 1.0102 അതെന്താണ്? ബ്ലഡ് ഗ്യാസ് അനലൈസർ BG. ബ്ലഡ് ഗ്യാസ് അനലൈസർ ആണ് BG എന്ന് പറയുന്നത്. അതിന് ഷോർട്ട് ഫോമിൽ പറയുന്നത് BG എന്നാണ്, ബ്ലഡ് ഗ്യാസ് അനലൈസറിന്. അതിന്റെ കോഡാണിത്. ദെൻ അത് നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി കേട്ടോ, ഒന്നും പേടിക്കൊന്നും വേണ്ട അത് കണ്ടിട്ട്. പിന്നെ അടുത്തത് മോഡൽ BG-A3, അതായത് ബ്ലഡ് ഗ്യാസ് അനലൈസറിന്റെ അടുത്ത പോർഷൻ ആണ് എന്ത്? അതായത് റേഡിയന്റ് ട്രേയുടെ സിമ്പിൾ ആണ് കേട്ടോ ഇത്. ഇത് മോഡൽ BG-A3 എന്ന് പറയുന്നത് റേഡിയന്റ് ട്രേയുടെ സിമ്പിൾ ആണ്. ഓക്കെ, അതൊക്കെ എക്യുപ്മെന്റ്സിൽ വരുന്നതാണ്. റേഡിയന്റ് ട്രേയുടെ സിമ്പിൾ ആണ് മോഡൽ BG-A3 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 1.020200 ആണ് എന്ത്? ബോയ്സ് അപ്പാരറ്റസ് പെയിന്റഡ് മോഡൽ അനസ്തെറ്റിക് മെഷീൻ. ഇത് അനസ്തെറ്റിക് മെഷീന്റെ കോഡാണ് എന്ത്? 1.020200. ഓക്കെ, യെസ്. കോഡിഫിക്കേഷൻ സിസ്റ്റത്തില് എത്ര സിസ്റ്റംസ് വരുന്നുണ്ട്? 6 സിസ്റ്റംസ് വരുന്നുണ്ട് അല്ലെ. ഒന്ന് ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം, പ്രൊവൈഡിങ് നമ്പേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രൂപ്പ്സ് ഇൻ എ സ്റ്റോൺ സാമ്പിൾ. എത്രയാണ്? 0 to 99 വരെയുള്ളത് സർജറിക്കൽ ഐറ്റംസ് ആയിരിക്കും. പിന്നീട് ആൽഫബറ്റിക്കൽ. Alphabets are used to codifying the material. First 3 letters used. ആദ്യത്തെ 3 letters യൂസ് ചെയ്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? ആൽഫബറ്റിക്കൽ കോഡിഫൈഡ് അല്ലെ. അതില് SUR for the word for surgical. Okay. Then alpha numerical system. അത് കോമ്പിനേഷൻ ആണ് ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ്? കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ സിസ്റ്റം. രണ്ടും കൂടി കോമ്പൈൻ ചെയ്തുകൊണ്ടിട്ടാണ് ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം വരുന്നത്. ഓക്കെ, ഒന്ന് ആദ്യം ചിലപ്പോൾ നമ്പർ വരാം, അതിനുശേഷമായിരിക്കും ആൽഫബറ്റ് വരുന്നത്, അല്ലെങ്കിൽ ആൽഫബറ്റ് വരാം പിന്നെ നമ്പർ ആയിരിക്കും വരുന്നത്. അങ്ങനെ മാറി മാറി വരാം. പിന്നെ ഡെസിമൽ സിസ്റ്റത്തില് യൂസ്ഡ് ഓഫ് ഡെസിമൽ ടു റെപ്രസെന്റ് ഐറ്റംസ് അല്ലെ. പോയിന്റ് ഇട്ടുകൊണ്ടാണ് നമ്മൾ ഐറ്റംസ് റെപ്രസെന്റ് ചെയ്യുന്നത്. കൊഡാക് സിസ്റ്റത്തിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ടാവും? കൊഡാക് സിസ്റ്റത്തിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ടാവും? 10 ഡിജിറ്റ്സ് അല്ലെ. 10 ഡിജിറ്റ് ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് 10 ഡിജിറ്റ്സുകൾ ഉപയോഗിക്കുന്നു. ബ്രിഷ് സിസ്റ്റത്തിൽ 7 ഡിജിറ്റ്സ് ഉണ്ടായിരിക്കും. Okay, using 7 digits to represent a specific item. It is based on numerical system. Okay, മനസ്സിലായോ? കോഡിഫിക്കേഷൻ സിസ്റ്റംസ് കംപ്ലീറ്റ്. നിങ്ങളുടെ പഴയ ആദ്യത്തെ ക്ലാസ് ആണ്, അതാണ് നിങ്ങളുടെ ഒറിജിനൽ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ് ഇങ്ങനെ മാറി മാറി പോവാണ്. ലാസ്റ്റ് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് തന്നെ വന്നു. ഏറ്റവും ചൂട് കൂടുതലുള്ള ഒരു ക്ലാസ് ആണ് നിങ്ങളുടെ ചിലവ്. യെസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി കൺട്രോൾ. ഇനി നെക്സ്റ്റ് വരുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്. ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ യൂസസിനനുസരിച്ചിട്ട് ഓരോ ഐറ്റംസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരിക്കണം, ഇച്ചിരി ഒന്ന് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് കേട്ടോ. പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല എങ്കിലും.
Classification, norms for classification uses. Classification of inventory control. എന്തൊക്കെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് അവിടെ? 10 ക്ലാസിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് 10 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് ABC annual value of to control the items concerned and issue of materials in normal course of business. ABC annual value of to control the alphabetical approach consumption or purchase, storing or always better control. ABC annual ABC അതായത് നമ്മൾ ഐറ്റംസിനെ A കാറ്റഗറിയിൽ നിന്ന് B കാറ്റഗറിയിൽ നിന്ന് C കാറ്റഗറിയിൽ നിന്ന് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട് കേട്ടോ. അതിന്റെ എക്സ്പ്ലനേഷൻസ് വരുന്നുണ്ട്. ഇതെന്താണ് പറയുന്നത്? ABC ആനുവൽ വാല്യൂ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് സ്റ്റോക്കിൽ സ്റ്റോർ ചെയ്യാറുണ്ട് നമ്മൾ, അല്ലെ? ഓരോ സാധനങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഈ സ്റ്റോക്ക് ചെയ്ത്, അതായത് പർച്ചേസ്, സ്റ്റോറിങ്, എല്ലാ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. കോർഡിനേറ്റ് ചെയ്ത് വരുന്നത് അങ്ങനെയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പല നിയന്ത്രണങ്ങൾ നടത്താറുണ്ട്. അങ്ങനെ ഒരു സ്റ്റോക്കിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് എന്ത് ABC കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ ABC കൺട്രോൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് Aയിൽ ഒരു കാറ്റഗറി ഐറ്റംസിന് ഉൾപ്പെടുത്തുന്നു, Bയിൽ ഒരു കാറ്റഗറി ഐറ്റംസിന് ഉൾപ്പെടുത്തുന്നു, Cയിൽ ഉൾപ്പെടുത്തുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെ? ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന് നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താണ് കറക്റ്റ് ആയിട്ട് കൺസേൺ ചെയ്യുന്നതിന് കൃത്യമായിട്ട് ദിശ കൊടുക്കുന്നത് വിതരണം ചെയ്യാനൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, അല്ലെ? അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് കിടക്കുമ്പോൾ എന്താണ് ഏതൊക്കെ എവിടേക്കാണ് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ കോഡിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഐറ്റത്തെ സ്പെസിഫൈ ചെയ്ത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോഡിങ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് എന്ത് ABC അനാലിസിസ് ചെയ്തിരിക്കുന്നത്. Aയില് ഏറ്റവും വില കൂടിയ ഐറ്റം ആയിരിക്കും, Bയിൽ എന്തായിരിക്കും കുറച്ചും കൂടി രണ്ടിന്റെ മീഡിയത്തിൽ നിൽക്കുന്ന ഒരു ഐറ്റം ആയിരിക്കും, Cയിൽ വരുന്നതോ ചീപ്പർ ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും വരുന്നത്. നമുക്കത് സ്പെസിഫൈ ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ABC ആനുവൽ വാല്യൂ കൺട്രോൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതോ ഫസ്റ്റ് പോയിന്റ് വീണ്ടും പറഞ്ഞു തരാം കേട്ടോ. അത് ഓരോ പോയിന്റ്സ് കഴിയട്ടെ. ഇനി നെക്സ്റ്റ് വരുന്നത് VED, vital, essential, desirable. Vital, essential, desirable. Critical nature of the particular item used to determine the stock levels. Second വരുന്നത് എന്താണ്? VED. VED എന്ന് പറഞ്ഞാൽ എന്താ? V for vital, പ്രധാനപ്പെട്ടത്. Essential എന്താണ്? Essential അനിവാര്യമായിട്ടുള്ളത്. Essential means അനിവാര്യമായിട്ടുള്ളത്. Then desirable എന്ന് പറയുന്നത് എന്താണ്? Desirable അഭികാമ്യമായിട്ടുള്ള, അല്ലെ? അപ്പൊ പ്രധാനപ്പെട്ടതെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് അവിടെ പറയുന്നത്. അപ്പൊ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള പെർട്ടിക്കുലർ ഐറ്റംസിനെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് VED സ്റ്റോക്ക് ലെവൽസ് യൂസ് ചെയ്യുന്നത്, അല്ലെ? ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള നേച്ചറുള്ള പെർട്ടിക്കുലർ ഐറ്റംസ്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരിക്കും. അതിനെ സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? VED എന്ന സ്റ്റോക്ക് ലെവൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ആ ഒരു ഐറ്റത്തിന്റെ നിർണായക സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ? സെക്കൻഡ് വൺ മനസ്സിലായോ? അടുത്തത് തേർഡ് പോയിന്റ് HML. HML എന്താണ്? ഹൈ, മീഡിയം, ലോ. യൂണിറ്റ് പ്രൈസ് ഓഫ് ദ മെറ്റീരിയൽ ടു കൺട്രോൾ പർച്ചേസ്. HML എന്നാണ് അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ, മീഡിയം, ലോ. അതായത് ഏറ്റവും ഹൈ ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഏറ്റവും മീഡിയത്തിൽ വരുന്നത് അല്ലെങ്കിൽ ലോ ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കണ്ടുപിടിക്കുന്നതിനാണ് HML എന്ന സ്റ്റോക്ക് ലെവൽ കോഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, HML എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഹൈ, മീഡിയം ആൻഡ് ലോ. അതായത് ഹൈ കോസ്റ്റ് ഉള്ളത്, മീഡിയം കോസ്റ്റ് ഉള്ളത്, ലോ കോസ്റ്റ് ഉള്ളത്. മനസ്സിലായോ? ആ പ്രൈസിന്റെ അനുസരിച്ചിട്ട് ഹൈ കോസ്റ്റ് കൂടിയ മെറ്റീരിയൽസ് Hലായിരിക്കും,
മീഡിയം എമ്മിലും എല്ലില് ലോ കോസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെയാണ് നമ്മൾ കൺട്രോൾഡ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസിന് നമുക്ക് എന്താണ് ആദ്യം എച്ചിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കും. മീഡിയം കോസ്റ്റ് ഉള്ളതിനെ എമ്മിൽ നിന്നും ലോ കോസ്റ്റ് ഉള്ളതിനെ ലോയിൽ നിന്നും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, അതായത് ഒരു വസ്തുവിന്റെ വില അടിസ്ഥാനത്തിൽ നമുക്ക് അതിനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് എന്ത് HML എന്ന് പറയുന്നത് കേട്ടോ. അതിന്റെ വിലയുടെ അടിസ്ഥാനത്തിൽ ഹൈ ക്വാളിറ്റി, ഹൈ കോസ്റ്റില്, മീഡിയം കോസ്റ്റില്, ലോ കോസ്റ്റില്. ഓക്കെ, പറയുന്നത് മനസ്സിലായോ? ശ്രദ്ധിച്ചിരിക്കട്ടോ, നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നല്ലേ, ശ്രദ്ധിക്കട്ടോ. നെക്സ്റ്റ് XYZ. അടുത്തത് XYZ. നമ്മുടെ എക്സ്പാൻഷൻസ് പറയുന്നില്ല കേട്ടോ. XYZ എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? On the review the inventory value, inventors എന്നാണ് കേട്ടോ. Inventors of items stored their uses at scheduled intervals. XYZ എന്ന് പറയുന്ന കാറ്റഗറി ഏതിൽ വരുന്നതാണ്? അതായത് നിശ്ചിത ഇടവേളകളിൽ മാത്രമായിരിക്കും നമ്മൾ ഈ മെറ്റീരിയൽസ് എടുക്കുന്നത്. നിശ്ചിത ഇടവേളകൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കൊറോണ വന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വന്ന ഒരു മെറ്റീരിയൽ ഏതായിരുന്നു? ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്ത ഒരു സാധനം കൊറോണ ടൈമിലെ മാസ്ക് അല്ലെ? അതൊരു എക്സാമ്പിൾ ആണ്, XYZ-ന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. അതായത് മാസ്ക് നിശ്ചിത ഇടവേളകളിൽ മാത്രമാണ് അതിന്റെ ഒരു ആവശ്യകത ഉണ്ടായിരുന്നത്. ഓക്കെ, അത്തരത്തിലൊരു പെർട്ടിക്കുലർ ഐറ്റം ആണ് എന്താ മാസ്ക് എന്ന് പറയുന്നത്. മാസ്കും പിന്നെ എന്താണ് നമ്മള് സാനിറ്റൈസർ അല്ലെ? ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആ ഒരു സമയത്ത് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ നിശ്ചിത ഇടവേളകളിലായിരിക്കും ഇതിന്റെ സ്റ്റോക്കിന്റെ മൂല്യം ഉണ്ടാകുന്നത്. ഈ ആ ഒരു സമയത്ത് മാത്രമല്ല മാസ്കിന്റെ മൂല്യം ഉണ്ടായിരുന്നുള്ളൂ, വാല്യൂ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് XYZ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇടവേള, നിശ്ചിത ഇടവേളകളിൽ കൊടുക്കുന്ന മെറ്റീരിയൽസ് ആണ് എന്ത് XYZ-ൽ വരുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ മൂല്യം അനുസരിച്ചിട്ടാണ് എന്ത് കൊടുക്കുന്നത്? സ്റ്റോക്കിന് നമ്മൾ ക്ലാസിഫിക്കേഷൻസ് ചെയ്യുന്നത്. ഓക്കെ, മാസ്ക് എന്നുള്ളത് വേണമെങ്കിൽ അവിടെ ഒന്ന് എക്സാമ്പിൾ ആയിട്ട് എഴുതി വെച്ചോളൂ, ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് FSN എന്താണ്? കൺസെപ്ഷൻ ഓഫ് റീസ്ട്രെയിൻ പർച്ചേസ്, ഫാസ്റ്റ് മൂവിംഗ്, പാറ്റേൺ ഓർ ഇഷ്യൂ ആൻഡ് സ്കാർ, സ്ലോ മൂവിംഗ് ഫ്രം ദ സ്റ്റോർസ്, ഓൺ മൂവിംഗ് ആണ് കേട്ടോ. ഓൺ മൂവിംഗ് അല്ല, നോ മൂവിംഗ് ആണ്. ഫ്രം ദ സ്റ്റോർസ്, നോ മൂവിംഗ്, NO, നോ മൂവിംഗ് ആക്കണേ ഇവിടെ. ഫ്രം ദ സ്റ്റോർസ്, നോ മൂവിംഗ്, FSN. ഇവിടെ മാനേജ്മെന്റ് ഇതിന്റെ, അതായത് ആ ഒരു മെറ്റീരിയലിന്റെ മാനേജിങ് അനുസരിച്ചിട്ടാണ് അതിനെ നമ്മൾ പറയുന്നത്, പർച്ചേസ് ചെയ്യുന്നത്. അതായത് ഫാസ്റ്റ് മൂവ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ടാവും അല്ലെ? പെട്ടെന്ന് നമുക്ക് ഫാസ്റ്റ് മൂവ് ചെയ്യുന്ന മെറ്റീരിയൽസുകൾ ഉണ്ടാവാം. പിന്നെ എന്താണ്? പാറ്റേൺ ഓർ ഇഷ്യൂഡ് ആൻഡ് സ്കാർഫ്. എന്താണ് പാറ്റേൺ ഓർ ഇഷ്യൂഡ് ആൻഡ് സ്കാർഫ് എന്ന് പറയുന്നത്? ചില പാറ്റേൺസിൽ പോകുന്ന സാധനങ്ങൾ അല്ലെ? ചില ഫാസ്റ്റ് മൂവിങ്ങോടൊപ്പം എന്താണ് പാറ്റേണുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാറ്റഗറി ഐറ്റംസ് ഉണ്ടാവും. ഓക്കെ, ആൻഡ് സ്കാർഫ് മെറ്റീരിയൽസ്. ഇല്ലേ സ്ലോ മൂവിങ്. സ്ലോ മൂവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോ മൂവിങ്ങില് അധികം പോകാത്ത മെറ്റീരിയൽസ് ഉണ്ടാവും അല്ലെ? നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ മതി. ഫാസ്റ്റ് മൂവിങ് പാറ്റേൺ എന്ന് പറയുമ്പോൾ എന്താണ്? പെട്ടെന്ന് പോകുന്ന മെറ്റീരിയൽസ്, ക്ലാസിഫിക്കേഷനിൽ പെട്ടെന്ന് പോകുന്ന മെറ്റീരിയൽസ് ആണ്. എന്താണ് അതിന്റെ സ്റ്റോക്ക് പെട്ടെന്ന് തീരും അല്ലെ? തീർന്നു പോകുന്ന മെറ്റീരിയൽസ് ആണ് അല്ലെ? അതിന്റെ യൂസസ് കൂടുതലാണ്. സ്ലോ മൂവിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? സ്ലോ മൂവിംഗ് എന്ന് പറയുമ്പോ സ്ലോ മൂവിംഗ്, അതായത് നോ മൂവിംഗ് ഐറ്റംസ്, അത് മൂവ് ചെയ്യാതിരിക്കുന്ന ഐറ്റംസും സ്റ്റോറിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കാം അല്ലെ? അധികം യൂസ് വരാത്ത മെറ്റീരിയൽസ് എന്താണ് അവിടെ സ്റ്റോക്ക് ആയിട്ട് അങ്ങനെ തന്നെ കിടക്കും. ഫാസ്റ്റ് മൂവിംഗ് ഉള്ളത് പെട്ടെന്ന് ആ മെറ്റീരിയൽസ് തീരും. അല്ലാത്തത് എന്താണ്? ആ സ്ലോ മൂവിംഗ് ഉള്ളതിൽ അവിടെ എന്താണ് കെട്ടിക്കിടക്കാന്നൊക്കെ പറയില്ലേ നമ്മള്? അത്
പതിയായിരിക്കും മൂവ് ചെയ്യുന്നത്. ഒരു ടൈം പീരീഡ് അനുസരിച്ച് മാത്രം എടുക്കും. ചിലപ്പോൾ അത് ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രമായിരിക്കാം മെറ്റീരിയൽസ് ചിലപ്പോൾ നീങ്ങിപ്പോകുന്നത്. എന്നാണ് FSM കൺസെപ്ഷൻ ടു റിസ്ട്രെയിൻ പർച്ചേസസ് എന്ന് പറയുന്നത്. ഇനി 6th വൺ എന്താണ്? STE. STE എന്താണ്? STE purchasing problems lead time, scarce to attaining a regard analytics, too difficult to get availability of the item, purchasing and easy to attain strategies. STE. SE എന്ന് പറയുന്നത് എന്താണ്? ലീഡ് ടൈം ഉള്ള സാധനങ്ങൾ. അതായത് നമ്മൾ തീർന്നു പോയിട്ട് ഓർഡർ ചെയ്തിട്ട് ഇന്ന പീരീഡിനുള്ളിൽ വരുന്ന സാധനങ്ങൾ ഉണ്ടാവും. എത്ര സമയം എടുക്കും ആ ഒരു മെറ്റീരിയൽ വരാനായിട്ട്? നമ്മൾ ലീഡ് ടൈം പഠിച്ചതാണ് അല്ലെ? ആ ടൈം വെച്ചിട്ട് അത് വരാനുള്ള ഒരു സമയം, നമ്മൾ ഓർഡർ ചെയ്ത സാധനം വരാനുള്ള ഒരു ടൈമാണ് എന്താ ലീഡ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാകാം. അതായത് SCD എന്നാല് ലീഡ് ടൈമിന് പ്രോബ്ലം അനുഭവപ്പെടും. അപ്പൊ എസ് എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? എസ് എന്ന് സൂചിപ്പിക്കുന്നത് സ്കേഴ്സ്. സ്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കേഴ്സ് ടു അറ്റൈൻ ഇൻ റിഗാർഡ് ടു അനലൈസ്. സ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ദൗർലഭ്യം. ദൗർലഭ്യം എന്ന് വെച്ചാൽ എന്താ? അതായത് നമുക്ക് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല അല്ലെ? കുറവുണ്ടാവുന്ന അല്ലെ? സ്കേഴ്സിറ്റി. സ്കേഴ്സിറ്റി മീൻസ് ദൗർലഭ്യം എന്ന് പറയാം നമുക്ക് അല്ലെ? അതായത് അപൂർവമായിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കാം അല്ലെ? അതായത് ദൗർലഭ്യം അനുഭവപ്പെടുന്നു. സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ ദൗർലഭ്യം വരുന്നത്, മെറ്റീരിയൽസ് കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ. അതായത് ലീഡ് ടൈം വരുന്നുണ്ട് അല്ലെ? സാധനം എത്തിച്ചേരാനായിട്ട് കുറെ സമയം വരുന്നുണ്ട്. അതാണ് ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. മെറ്റീരിയൽസിന്റെ ദൗർലഭ്യം എന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. പിന്നെ ടി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ടി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഡിഫിക്കൽറ്റി ടു ഗെറ്റ് അവൈലബിലിറ്റി ഓഫ് ദ ഐറ്റം. ഡിഫിക്കൽറ്റി ടു ഗെറ്റ് അവൈലബിലിറ്റി ഓഫ് ദ ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മെറ്റീരിയൽസ് കിട്ടാൻ വളരെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡിഫിക്കൽട്ട് ആയിട്ട് കിട്ടുന്ന കുറച്ച് മെറ്റീരിയൽസുകൾ ഈ കാറ്റഗറിയിലായിരിക്കും ഉൾപ്പെടുന്നത്. ഓക്കെ, യെസ്. ദെൻ E4 പർച്ചേസിംഗ് ആൻഡ് ഈസി ടു അറ്റൈൻ. ഈ എന്താണ് സൂചിപ്പിക്കുന്നത്? ഈസി ടു അറ്റൈൻ, പെട്ടെന്ന് ലഭ്യമാകുന്നു അല്ലെ? പെട്ടെന്ന് ലഭ്യമാകുന്ന വസ്തുക്കൾ. അപ്പൊ ഈ മൂന്നും അനുസരിച്ചിട്ടായിരിക്കും, ഈ മൂന്ന് രീതിയിലാണ് ഈ ടൈപ്പ് ഓഫ് സാധനങ്ങൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ST പർച്ചേസിംഗ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്താണ്? S for scarcity, then D for difficulty to get availability of the item, and E for easy to attain. Okay, S എന്ന് പറഞ്ഞാൽ തീരെ കിട്ടാത്ത ദൗർലഭ്യമുള്ള മെറ്റീരിയൽസ് അല്ലെ? ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ഒട്ടും കിട്ടാത്ത സാധനങ്ങൾ അല്ലെ? ഒട്ടും വളരെ ബുദ്ധിമുട്ടാണ് അത്തരത്തിലുള്ള മെറ്റീരിയൽസ് കിട്ടാന്നുള്ളത്. ഈസി ടു പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസും വരുന്നത് STE ക്ലാസിഫിക്കേഷന്റെ അകത്തായിരിക്കും ഇത് ഉൾപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായോ? PDF പോയല്ലോ. എന്താണോ ചോദിച്ചത്? എന്തിന്റെ മീനിങ് ആണ്? എന്തിന്റെ മീനിങ് ആണോ ചോദിച്ചത്? സ്കേഴ്സ് മീൻസ് ദൗർലഭ്യം, ഇല്ലാത്തൊരവസ്ഥ കേട്ടോ. വാട്ടർ സ്കേഴ്സിറ്റി എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മള് ജലദൗർലഭ്യം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് തന്നെ, ആ ഒരു മെറ്റീരിയൽസ് കിട്ടാനില്ലാത്തൊരവസ്ഥ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഗോൾഫ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? GOLF, ഗോൾഫ്. എന്താണ് ഗോൾഫ്? ഇത് എവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്? എവിടെ നിന്ന് കിട്ടുന്ന ക്ലാസിഫിക്കേഷൻസ് ആണ്? ഒന്നല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്നോ, അല്ലെങ്കിൽ ഓർഡിനറിയിൽ നിന്നോ, അല്ലെങ്കിൽ ലോക്കൽ പർച്ചേസിൽ നിന്നോ അല്ലെ? അല്ലെങ്കിൽ ഫോറിൻ പർച്ചേസിൽ നിന്നൊക്കെ ആയിരിക്കും എന്താ? ഈ മൂന്ന് രീതിയിൽ വരെയായിരിക്കും പർച്ചേസിങ്, അല്ലെങ്കിൽ പർച്ചേസ് വഴിയാണ് മെറ്റീരിയൽസ് ലഭ്യമാകുന്ന സ്രോതസ്സുകളാണ് എന്ത്? ഒന്ന് ഗവൺമെന്റ്, ഓർഡിനറി ആൻഡ് ലോക്കൽ ആൻഡ് ഫോറിൻ പർച്ചേസ് എന്ന് പറയുന്നത്. ഈ നാല് രീതിയിലായിരിക്കും എന്ത്? ടു പ്ലാൻ ദ പർച്ചേസ് സ്ട്രാറ്റജീസ്. ഇതിന്റെ ഒപ്പം ഉള്ളതാണ് കേട്ടോ. മെറ്റീരിയൽ ടു പ്ലാൻ ദ പർച്ചേസ് സ്ട്രാറ്റജീസ് എന്ന് ഇതിന്റെ കൂടെ ഉള്ളതാണ്. ഇത് മാറിക്കിടക്കുകയാണ് സെന്റൻസ്.
ഓക്കെ യെസ്. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ഗോൾഫ് എന്ന് പറയുന്നത്. അത് എവിടെ നിന്നൊക്കെ ആയിരിക്കും പർച്ചേസിംഗ് വരുന്നത്? ഒന്നെങ്കിൽ ഗവൺമെന്റ് ഫണ്ട് ആയിരിക്കും, ഗവൺമെന്റിൽ നിന്നുള്ള പർച്ചേസിംഗ് ആവാം, ഓർഡിനറി പർച്ചേസ് ആവാം, ലോക്കൽ ആവാം, ഫോറിൻ പർച്ചേസ് ആവാം. ഈ 4 സ്രോതസ്സിൽ നിന്നായിരിക്കും മെറ്റീരിയൽസ് ലഭ്യമാകുന്നത്. എന്താണ് ഗോൾഫ് ക്ലാസിഫിക്കേഷൻ. ദെൻ നെക്സ്റ്റ് വരുന്നത് SOS, സീസണൽ ഓർ ഓഫ് സീസണൽ. അത് നമുക്ക് അറിയാൻ പറ്റും അല്ലെ? സീസണൽ ഓർ ഓഫ് സീസൺസ് എന്ന് പറഞ്ഞാല് എന്തായിരിക്കാം? Seasonality of the item to plan the purchasing storing strategies. എന്താണ് seasonality of seasonal, seasonality of item. ഒരു വസ്തുവിന്റെ സീസണാലിറ്റി അനുസരിച്ചിട്ടായിരിക്കും അതിനെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇവിടെ മാസ്കും അല്ലെങ്കിൽ PPE വെയേഴ്സ് നമുക്ക് ഇവിടെ ഉപയോഗിക്കും. ഈ നിപ്പയൊക്കെ ഉണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള ഗൗൺസും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകളാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ അത് സീസൺ അനുസരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് മഴക്കാല സ്ഥലങ്ങളായിരിക്കും എന്താ ഹെൽത്ത് വർക്കേഴ്സിന് ഏറ്റവും കൂടുതൽ മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരുന്നത്. ഒരുപാട് രോഗങ്ങൾ, പകർച്ചവ്യാധികളൊക്കെ വരുന്ന ഒരു സമയമാണ്. ആ സമയത്തായിരിക്കും അത്തരത്തിലുള്ള മെറ്റീരിയൽസുകൾ ആവശ്യമായി വരുന്നത്. സീസൺ അനുസരിച്ചിട്ടായിരിക്കാം ആ മെറ്റീരിയൽസ് സ്വീകരിക്കും. നമ്മള് എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ എപ്പോഴാണ് കുട വാങ്ങിക്കുന്നത്? മഴക്കാലത്തല്ല, അതൊരു സീസൺ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ കുട വാങ്ങിക്കുന്നത്. ഓക്കെ, അത് തന്നെ. മനസ്സിലായോ അത് SOS എന്താണെന്ന്? അടുത്തത് വെയിൻ, vital and normal. Vital and normal importance of purchase to restrain essential importance equipment. Vital and normal. നോക്കാം. വൈറ്റൽ മീൻസ് എന്താണ്? വൈറ്റൽ എന്ന് പറഞ്ഞാല് ഇത് രണ്ടും, ഈ വെയിൻ ആൻഡ് റാം എന്ന് പറയുന്നത് രണ്ടും എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് കേട്ടോ. എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ഈ 9ഉം 10ഉം. വെയിനും ആൻഡ് റാമും എന്ന് പറയുന്നത് എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻസ് ആണ്. ഓക്കെ, അതായത് വെയിൻ എന്ന് പറഞ്ഞത് എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അതായത് വൈറ്റലോ ഇമ്പോർട്ടൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് നിയന്ത്രിക്കാനായിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്? വെയിൻ എന്ന ഒരു ക്ലാസിഫിക്കേഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഓരോ മെറ്റീരിയൽസിന്റെയും ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ടായിരിക്കും അത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. വൈറ്റൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സിൽ നമ്മൾ എന്ത് ചെയ്യും? വൈറ്റൽ ആയിട്ടുള്ളത് വൈറ്റൽ കോൺസെപ്റ്റിൽ കൊടുക്കുന്നു. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റംസ് വൈറ്റൽ അല്ലെ? വീല് പറയുന്നത്. അതിൽ നോർമൽ ആയിട്ടുള്ള ഐറ്റംസ് എന്ത് ചെയ്യുന്നു? നോർമൽ ഐറ്റംസിൽ നമ്മളെ ക്ലാസിഫിക്കേഷൻ ചെയ്യും. ഓക്കെ, പി എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റീരിയൽസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകൾ. നോർമൽ എന്ന് പറയുമ്പോൾ ഏറ്റവും നോർമലിൽ വരുന്ന നോർമൽ ആയിട്ടുള്ള ഐറ്റംസ്. രണ്ട് രീതിയിലാണ് അവിടെ ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വി എന്ന് പറയുന്നത് വൈറ്റൽ, എങ്ങനെ സൂചിപ്പിക്കുന്നത് എന്താണ്? നോർമൽ എന്ന രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, then last one, RAM, reliability, availability and maintenance. Reliability, availability and maintenance. എന്താണ്? വിശ്വസ്തത, സ്പെഷ്യാലിറ്റി. അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അവൈലബിലിറ്റി, റിലയബിലിറ്റി എന്ന് പറയുന്നത് വിശ്വസ്തത. അവൈലബിലിറ്റി മീൻസ് ലഭ്യത അല്ലെ? ലഭ്യത, സ്പെയർസിന്റെ ലഭ്യത. പിന്നെ എന്താണ്? മെയിൻ്റനൻസ്. അതായത് ഈ 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ റിലയബിലിറ്റി, അവൈലബിലിറ്റി ആൻഡ് മെയിൻ്റനൻസ് റിലേസ് ഓൺ സർവീസ് ഓഫ് ദ equipment to plan, purchase, factors and functioning and the maintenance capacity of the equipment. അതായത് ഒരു സാധനത്തിന്റെ വിശ്വസ്തത, ഏറ്റവും വിശ്വസ്തമുള്ള ഒരു എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ അവൈലബിലിറ്റി അല്ലെ, സ്പെയർസ് പാർട്ട് കിട്ടുന്ന എക്യുപ്മെന്റ്സ് ഉണ്ടാവും അല്ലെ, സ്പെയർസിന്റെ ലഭ്യത ഉള്ളത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തില് ക്ലാസിഫൈ ചെയ്യുന്നതാണ് എന്ത്? റാം എന്ന് പറയുന്നത്. പ്ലാൻ, പർച്ചേസ്, ഫാക്ടർ
ആൻഡ് ഫങ്ഷനിങ് ആൻഡ് ദ മെയിൻ്റനൻസ് കപ്പാസിറ്റി ഓഫ് ദ എക്യുപ്മെന്റ്. റാമിന്റെ അടിസ്ഥാനത്തിലാണ് ഐറ്റംസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതായത് വിശ്വസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ റിയലബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, അവൈലബിലിറ്റി ഉള്ള എക്യുപ്മെന്റ്സുകൾ, മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെന്റ്സുകൾ എന്നീ 3 തരത്തിൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇത് റാം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എക്യുപ്മെന്റ്സുകളാണ് കേട്ടോ. വെയിനും റാം എന്ന് പറയുന്നത് എക്യുപ്മെന്റ്സുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ക്ലാസിഫിക്കേഷൻസ് ആണ്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ അത്? ഇനി ഇത് ഒന്നുകൂടി പറയണോ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി കൊണ്ടുള്ള ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറഞ്ഞോ അല്ലെ. ABC ആനുവൽ വാല്യൂ ഓഫ് ദ കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മൾ ABC എന്ന രീതിയിലാണ് ഐറ്റംസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അത് നമ്മൾ എക്സ്പാൻഷനോടെ പഠിക്കാൻ പോകുന്നത് അടുത്ത ഭാഗത്തിൽ പഠിക്കും കേട്ടോ. അതായത് ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായിട്ട് നമ്മൾ എന്താണ് പല സ്ഥാനങ്ങളും സ്റ്റോക്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പല നിയന്ത്രണങ്ങൾ നടത്താറുണ്ട്. അങ്ങനെ ഒരു സ്റ്റോക്കിനെ നിയന്ത്രിക്കാനായിട്ടാണ് നമ്മൾ ABC അനാലിസിസ് ചെയ്യുന്നത്. അപ്പൊ എയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ബിയിൽ അതിന്റെ കുറച്ച് അതിൽ പ്രധാനപ്പെട്ട ഒരു മീഡിയത്തിൽ നിൽക്കുന്നത്. സി എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണ്? ചീപ്പർ കാറ്റഗറീസിലായിരിക്കുള്ളൂ സിയിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് AB അനാലിസിസിലൂടെ നമ്മൾ സ്റ്റോക്കുകൾ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് ബെറ്റർ ഓൾവേസ് നമുക്കത് ബെറ്റർ ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ബെറ്റർ എന്ന് പറയുന്നത് എന്താണ്? ബി ഫോർ വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. വൈറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രധാനപ്പെട്ടത്, ഏറ്റവും അനിവാര്യമായത് അല്ലെങ്കിൽ അഭികാമ്യമായിട്ടുള്ള. അതായത് ഒരു ഐറ്റത്തിന്റെ സ്പെസിഫിക് ക്യാരക്ടർ നോക്കിയിട്ട് അല്ലെങ്കിൽ അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള നേച്ചർ നോക്കിയിട്ടാണ് അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമായിരിക്കും വൈറ്റൽസിൽ വരുന്നത് അല്ലെ, പ്രധാന സാധനങ്ങൾ. പിന്നെ എസെൻഷ്യൽ, അനിവാര്യമായിട്ടുള്ള കാറ്റഗറി ആയിരിക്കും എസെൻഷ്യൽ കാറ്റഗറിയിൽ വരുന്നത്. ഡിസൈറബിൾ, അഭികാമ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കുമല്ലോ എന്ത് ഡിസൈറബിൾ കാറ്റഗറീസിൽ വരുന്നത്. ഓക്കെ, HML എന്ന് പറയുമ്പോൾ എന്താണ്? HML എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഹൈ, മീഡിയം, ലോ. ഹൈ കോസ്റ്റ് ഉള്ളത്, മീഡിയം കോസ്റ്റ് ഉള്ളത്, ലോ കോസ്റ്റ് ഉള്ളത്. അങ്ങനെ കോസ്റ്റിനനുസരിച്ച് അതിന്റെ വിലയുടെ അടിസ്ഥാനത്തിലായിരിക്കും അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, XYZ ഡിപ്പെൻഡ്സ് ഓൺ എന്താണ്? ഷെഡ്യൂൾഡ് ഇന്റർവൽസ്. നിശ്ചിത ഇടവേളകളിലായിരിക്കുള്ളൂ നമുക്ക് ഇതിന്റെ സ്റ്റോക്ക് മൂല്യം പറയുന്നത് അല്ലെ. മാസ്ക് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, നിശ്ചിത ഇടവേളകളിലായിരിക്കും. അങ്ങനെ പഠിച്ചാൽ മതി നിങ്ങൾ കേട്ടോ. ഷെഡ്യൂൾഡ് ഇന്റർവൽസിലായിരിക്കും XYZ കാറ്റഗറി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. പിന്നെ FSN എന്ന് പറയുന്നത് എന്താണ്? കൺസെപ്ഷൻ ഓഫ് റിസ്ട്രെയിൻ പർച്ചേസ്. ഫാസ്റ്റ് മൂവിംഗ് ഉള്ളത്, അതുപോലെ തന്നെ എന്താണ് സ്ലോ മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസുകൾ നമ്മുടെ കാറ്റഗറൈസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നു. ഫാസ്റ്റ് മൂവിംഗ് ഉള്ള മെറ്റീരിയൽസുകൾ, അതുപോലെ തന്നെ എന്താണ് സ്ലോ മൂവിംഗ് ഉള്ള മെറ്റീരിയൽസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. പിന്നെ STE എന്താണ്? പർച്ചേസിംഗ് പ്രോബ്ലംസ്, ലീഡ് ടൈമിന്റെ സ്ഥിതി അനുസരിച്ച് അല്ലെ, ആ ഒരു സാധനം ബുക്ക് ചെയ്തിട്ട് അത് വരാനുള്ള ടൈം ഗ്യാപ്പിൽ വരുന്ന ഒരു പീരീഡ് ആയിരിക്കും S അഥവാ S സൂചിപ്പിക്കുന്നത് അല്ലെ. സോറി, എന്താ SCDയിലെ മെയിൻ ആയിട്ട് പറയുന്നത്. ലീഡ് ടൈമിൽ പ്രോബ്ലം അനുഭവപ്പെടുന്ന മെറ്റീരിയൽസിലായിരിക്കും STEയിൽ വരുന്നത്. അപ്പൊ S എന്ന് സൂചിപ്പിക്കുന്ന എന്താണ്? സ്കേഴ്സ്. അതായത് നമ്മൾ ഈ ഒരു സാധനം ബുക്ക് ചെയ്തത് വരാൻ കിട്ടുന്ന സമയം കൊണ്ടാണ് അതിനെ സ്കേഴ്സ് അഥവാ അതിന്റെ ദൗർലഭ്യം എന്ന് പറയുന്നത് അല്ല. ഇത്ര ദിവസത്തിനുള്ളിലായിരിക്കും ആ സാധനം വരുന്നത്. ആ സാധനം വരുന്നത് വരെ ആ സാധനത്തിന്റെ ലഭ്യത അവിടെ ഇല്ല. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതാണ് അവിടെ സ്കേഴ്സ് എന്ന് പറയുന്നത്. സ്കേഴ്സ് ടു അറ്റൈൻ റിഗാർഡ് ടു അനലിറ്റിക്സ്. പിന്നെന്താണ്? ഡിഫിക്കൽട്ടി ടു ഗെറ്റ് അവൈലബിലിറ്റി. ഒട്ടും തന്നെ കിട്ടാൻ പറ്റാത്ത കുറച്ച് മെറ്റീരിയൽസ് ഉണ്ടാവും. അതാണ് D കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ചില ഐറ്റംസിന് അവൈലബിലിറ്റി കുറവായിരിക്കും, പക്ഷെ ഡിഫിക്കൽട്ട് ആണ് അത് കിട്ടാനായിട്ട്. E എന്ന് സൂചിപ്പിക്കുന്ന എന്തിനെയാണ്?
ഈസി ടു അറ്റൈൻ അല്ലെ, ഈസി ടു വളരെ ഈസി ആയിട്ട് നമുക്ക് ലഭ്യമാകുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഈ കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, ദെൻ ഗോൾഫ് ഏതൊക്കെ രീതിയിലാണ് വരുന്നത്? ഗവൺമെന്റ്, ഓർഡിനറി, ലോക്കൽ, ഫോറിൻ പർച്ചേസ് അല്ലെ. ഗവൺമെന്റ് പർച്ചേസിൽ നിന്നും ഓർഡിനറി പർച്ചേസിൽ നിന്നും ലോക്കൽ പർച്ചേസ് ആൻഡ് ഫോറിൻ പർച്ചേസിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മെറ്റീരിയൽസ് ലഭ്യമാകുന്ന 4 സ്രോതസ്സുകളാണ് ഗോൾഫ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, SOS എന്ന് പറയുന്നത് എന്താണ്? സീസണൽ ഓഫ് അതായത് സീസണിൽ ലഭ്യമാകുന്ന ഒരു വസ്തുവിന്റെ സീസണാലിറ്റി അനുസരിച്ചിട്ടായിരിക്കുള്ളൂ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. റെയിൻഫോൾ, വൈറ്റൽ ആൻഡ് നോർമൽ, ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും നോർമൽ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളാണ് വൈറ്റൽ ആൻഡ് നോർമൽ ക്ലാസിഫിക്കേഷൻസിൽ വരുന്നത്. ഓക്കെ, റാം എന്ന് പറയുന്നത് എന്താണ്? റിയലബിലിറ്റി, അവൈലബിലിറ്റി ആൻഡ് മെയിൻ്റനൻസ്. റാം എന്ന് പറയുന്നതും എന്തുമായി ബന്ധപ്പെട്ടാണ്? എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, അതായത് റാംസിന്റെ അടിസ്ഥാനത്തിലാണ് ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതായത് ഒരു മെറ്റീരിയലിന്റെ റിയലബിലിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ അവൈലബിലിറ്റി അനുസരിച്ച് മെയിൻ്റനൻസ് അനുസരിച്ചിട്ടാണ് അവിടെ ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ഒക്കെ മനസ്സിലായോ? മനസ്സിലായോ പിള്ളേരെ? ക്ലിയർ ആണോ അത്? ഇനി പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാവും. എന്താണ് പറയുന്നത്? ക്ലാസിഫിക്കേഷനിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഈ കോഴ്സുകളും എക്സ്പാൻഷനും മാത്രം ഒന്ന് ജസ്റ്റ് നോക്കി പഠിച്ചു വെക്കാം കേട്ടോ. വെഡ് എന്താണ്, HML എന്താണ്, ST എന്താണ്, ദെൻ ഗോൾഫ് എന്താണ്, സോയ്സ് എന്താണ്, വെയിൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതിൽ കൂടുതലൊന്നും വലിയ ചോദ്യങ്ങളൊന്നും അതിൽ നിന്ന് വരില്ല. ഓക്കെ, ഇനി എന്താണ് ABC അനാലിസിസ് എന്ന് നമുക്ക് നോക്കാം. ABC അനാലിസിസ്: maintain a proper control of inventories. അവിടെ ആർക്ക് നല്ല കേട്ടാ, ABC എന്നാണ് ഇവിടെ, ARC എന്നാ വന്നിരിക്കുന്നത്. Maintain a proper control of inventories. ABC technique is used. എന്തിനാണ് നമ്മൾ ABC ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്? സ്റ്റോക്കിന്റെ ശരിയായ കൺട്രോൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ABC ഉപയോഗിക്കുന്നത്, ABC അനാലിസിസുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഓക്കെ അല്ലേ? Maintain proper control of inventories. Inventories നമുക്ക് പ്രോപ്പർ ആയിട്ട് ABC കൺട്രോൾ ഉപയോഗിച്ച് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് കൺട്രോൾ ചെയ്യാനായിട്ട്, നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. സ്റ്റോക്ക് ശരിയായ രീതിയിൽ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെന്താണ്? മെറ്റീരിയൽസ് ABC categorized into 3 groups. Materials are categorized into 3 groups. നമ്മൾ ABC അനാലിസിസിൽ ആ എയും ബിയും എന്താണ് 3 ഗ്രൂപ്പാണ് അല്ലെ. ആ 3 ഗ്രൂപ്പ്സ് ആയിട്ടാണ് നമ്മൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത്, ABC. ഓക്കെ, A, B and C according to the cost of the materials and money value of consumption. എങ്ങനെയാണ് നമ്മള് ഒരു മെറ്റീരിയൽസിന് എത്ര വിലയുണ്ട്, ആ വസ്തുവിന് എത്ര മൂല്യം വരും എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒരു വസ്തുവിന് എത്ര വിലയുണ്ട്, ആ വസ്തുവിന് എത്ര മൂല്യമുണ്ട് എന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ABC അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? എന്താണ് ABC അനാലിസിസ് എന്ന് മനസ്സിലായോ? എന്തിനു വേണ്ടിയിട്ടാണ് ABC അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്? സ്റ്റോക്കിന്റെ ശരിയായ കൺട്രോൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ABC അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, അത് കിട്ടിയോ നിങ്ങൾക്ക്? ഇനി നോക്കാം A ഐറ്റംസിൽ എന്തൊക്കെയാണ് നോക്കിയേ. A ഐറ്റംസിൽ എന്തൊക്കെയാണ് നോക്കി പിള്ളേരെ? A ഐറ്റംസില് in whole of the inventory there are the area few constantly items which come under this group. A ഐറ്റംസിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? These items may not be more than 10% of the total items but consume about 70 of the total budget. അതായത് A ഐറ്റംസിൽ വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റംസ് ആണ്. മൊത്തം സ്റ്റോക്കില് A ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന എത്രയാണ്? ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ് അല്ലെ. കണ്ടോ,
കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസിലാണ് ഉൾപ്പെടുന്നതിന് 70% അതിന് ബഡ്ജറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും 10% ഒരിക്കലും എന്തുണ്ടാവുന്നത് അത്തരം ഐറ്റംസ് ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ്? ഏറ്റവും കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ എന്താണ് അത് 10% ഒരിക്കലും അത് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അതിന്റെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ 70% ആയിരിക്കും അതിന്റെ ബഡ്ജറ്റ്, നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റ് വരുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ്? ഏറ്റവും കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ. അപ്പൊ എ ഐറ്റംസിൽ ഇത്ര ആലോചിക്കുക, കോസ്റ്റ്ലി ഐറ്റംസ് ആണ് എ ഐറ്റംസിൽ വരുന്നത് എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടും. ഇനി സോ നീഡ് പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ്. പിന്നെ എന്താ വരുന്നത്? These items may not be more than 10% പറഞ്ഞു അല്ലെ. സോ നീഡ് പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ്. എങ്ങനെയായിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്? പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യണം, നല്ല രീതിയിൽ ഇത് ഹാൻഡിൽ ചെയ്തിരിക്കണം. എന്തുകൊണ്ടാണ്? കോസ്റ്റ്ലി ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ല രീതിയിൽ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, സ്റ്റോർ ചെയ്തിരിക്കണം. Then overstocking is avoided. Overstocking is avoided. Only necessary quantities of these inventories are purchased and stocked. ഇത് നമുക്ക് ഓവർസ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുമോ? ഓവർസ്റ്റോക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. എന്തുകൊണ്ടാണ്? കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഓവർസ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പൊ ആവശ്യമായത് നമുക്ക് പർച്ചേസ് ചെയ്യുകയും സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുക, അത് സ്റ്റോക്ക് ചെയ്ത് വെക്കുക. ഇത്രയാണ് എന്തിൽ വരുന്നത്? എ ഐറ്റംസിൽ വരുന്നത്. മനസ്സിലായോ? അത് എ ഐറ്റംസിലെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും വരുന്നത്. നമ്പർ കുറവായിരിക്കും അല്ലെ, എണ്ണം ക്വാണ്ടിറ്റി കുറവായിരിക്കും, പക്ഷെ കോസ്റ്റ്ലിയുള്ള ഐറ്റംസ് ആയിരിക്കും നമ്പർ കുറവായിരിക്കും ഉണ്ടാവുക അല്ലെ. 10% മാത്രമേ ഈ പറയുന്ന ഐറ്റംസിനെ ഉൾപ്പെടുന്നുള്ളൂ അല്ലെ. 10% മാത്രമായിരിക്കും കോസ്റ്റ്ലി ഐറ്റംസിന് ഉൾപ്പെടുന്നത്. പക്ഷെ അതിന്റെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും. ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ 70% ആയിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം, നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യണം. ഇത് നമുക്ക് ഓവർ സ്റ്റോക്കിംഗ് ചെയ്യാൻ പറ്റില്ല, ഒരുപാടായിട്ട് വാങ്ങിക്കാൻ പറ്റില്ല. ആവശ്യത്തിന് മാത്രമേ നമുക്കിത് വാങ്ങിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് എ ഐറ്റംസിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോവാണ് കേട്ടോ. ബി ഐറ്റംസ്. ബി ഐറ്റംസ് എന്താണ്? ഐറ്റംസ് അണ്ടർ ദിസ് ഗ്രൂപ്പ് ആർ നൈദർ കോസ്റ്റ്ലി ഓർ ചീപ്പ്. ഇനി ബി ഐറ്റംസിൽ എന്താണ് വരുന്നത്? ഒരുപാട് കോസ്റ്റ്ലിയും അല്ല, പക്ഷെ ഒരുപാട് ചീപ്പും അല്ലാത്ത ഐറ്റംസ് ആയിരിക്കുള്ളൂ ബി ഐറ്റംസിൽ വരുന്നത്. ഒരുപാട് കോസ്റ്റ്ലിയും അല്ല, എന്നാൽ ചീപ്പും അല്ലാത്തൊരു മീഡിയം ടൈപ്പ് ആയിരിക്കുള്ളൂ എന്തിൽ വരുന്നത്? ബി കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, ദീസ് ഐറ്റംസ് constitute 20% of the total quantity of the inventories. ഈ items constitute ചെയ്യുന്ന എത്ര പെർസെന്റേജ് ആണ്? 20% of the total quantity of the inventories. എന്താണ്? ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ, അതായത് 100% ആണെങ്കിൽ അതിൽ 20% ആയിരിക്കും ബി ഐറ്റംസ് ഉണ്ടാവുന്നത്. ഓക്കെ, 100% ഉണ്ടെങ്കിൽ 20% ആയിരിക്കും എന്തുണ്ടായിരിക്കുക? ബി ഐറ്റംസ് ഉണ്ടായിരിക്കുക. ഓക്കെ, 20% of the total expenditure of the inventories. Okay. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ 20% ആയിരിക്കുള്ളൂ ഏത് ഐറ്റം ഉണ്ടായിരിക്കുക? ബി ഐറ്റംസ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് ബി ഐറ്റംസ് എന്ന് പറയുന്നത്? ഐറ്റംസ് അണ്ടർ ദിസ് ഗ്രൂപ്പ് ആർ നൈദർ കോസ്റ്റ്ലി ഓർ ചീപ്പ്. ഓക്കെ, മനസ്സിലായല്ലോ? These items constitute 20% of the total quantity of the inventories. Total quantity of items എന്ന് പറയുമ്പോൾ എന്താണ്? 100% ആണെങ്കിൽ അതിൽ 20% ബി ഐറ്റംസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ 20% ആയിരിക്കും ഇൻവെന്ററീസ് വരുന്നത്. ഓക്കെ, സി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? These items are comparatively cheaper and in cost and represent 70% of the total quantity of the inventories. These items are comparatively cheaper. C items ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? C items വളരെ ചിലവ് കുറഞ്ഞ അല്ലെ, വളരെ ചീപ്പായിട്ടുള്ള, വളരെ ചിലവ് കുറഞ്ഞ ചീപ്പായിട്ടുള്ള ഐറ്റംസ് ആണ് സി ഐറ്റംസിൽ ഉള്ളത്. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? റെപ്രസെന്റ് 70% ഓഫ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ദ ഇൻവെന്ററീസ്. അതായത് ഒരു ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ 70% അടങ്ങിയിരിക്കുന്നത് എന്ത് ഐറ്റംസ് ആയിരിക്കുള്ളൂ? ഏത് ഐറ്റംസ് ആയിരിക്കുള്ളൂ? സി ഐറ്റംസ് ആയിരിക്കുള്ളൂ കേട്ടോ. ഒരു അതായത് ക്വാണ്ടിറ്റി ഓഫ് ദ ടോട്ടൽ, അതായത് ആ ഒരു ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ 70% അടങ്ങിയിരിക്കുന്നത് സി ഐറ്റംസ് ഉള്ള മെറ്റീരിയൽസ് ആയിരിക്കുള്ളൂ. ഇനി 10% of the total expenditure of inventories. എന്താണ്?
ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ 10% ഏതിലാണ് വരുന്നത്? സി ഐറ്റംസിലായിരിക്കും വരുന്നത്. ഓക്കെ, മനസ്സിലായത്? ഒന്നുകൂടി നോക്കിയേ, പറഞ്ഞ നിങ്ങള് എ ഐറ്റംസ് എങ്ങനെ വരുന്ന മെറ്റീരിയൽസ് ആണ്? എ ഐറ്റംസ് ഇൻവെന്ററീസ് എങ്ങനെയാണ് വരുന്നത്? കോസ്റ്റ്ലി ഐറ്റംസ് വിച്ച് കം അണ്ടർ ദിസ് ഗ്രൂപ്പ് അല്ലെ? കോസ്റ്റ്ലി ഐറ്റംസ് ആയിരിക്കുള്ളൂ. ഓക്കെ, അത്ര മനസ്സിലാക്കിയാൽ മതി കേട്ടോ. സ്റ്റോക്കിന്റെ ശരിയായ കൺട്രോൾ നിലനിർത്താനായിട്ടാണ് നമ്മൾ സ്റ്റോക്ക് ABC അനാലിസിസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഐറ്റം ആണ് എ ഐറ്റം. അത് ഏറ്റവും കോസ്റ്റ്ലി ഐറ്റംസ് ആണ്. ബട്ട് അതിന്റെ നമ്പർ കുറവായിരിക്കും അല്ലെ? നമ്പേഴ്സ് ക്വാണ്ടിറ്റി കുറവായിരിക്കും, കോസ്റ്റ്ലി ആയിരിക്കുള്ളൂ. പിന്നെന്താണ്? ബട്ട് കൺസ്യൂം അബൌട്ട് 70% ഓഫ് ദ ടോട്ടൽ ബഡ്ജറ്റ് അല്ലെ? എത്ര പെർസെന്റേജ് ആയിരിക്കും? 70% ഓഫ് ദ ടോട്ടൽ ബഡ്ജറ്റ് ആയിരിക്കുള്ളൂ. പിന്നെന്താണ്? സോ ഇനി പ്രോപ്പർ സ്റ്റോറേജ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. നല്ല രീതിയിൽ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യണം. ഓവർ സ്റ്റോക്കിംഗ് പാടില്ല അല്ലെ? ഓവർ സ്റ്റോക്കിംഗ് പാടില്ല. ആവശ്യത്തിനുള്ളത് മാത്രമേ നമുക്ക് സ്റ്റോക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇത് മനസ്സിലായോ? എ ഐറ്റംസ് ക്ലിയർ ആണോ? എ ഐറ്റംസ്. ബി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ഐറ്റംസ് കോസ്റ്റ്ലി ആൻഡ് ചീപ്പ് അല്ലെ? കോസ്റ്റ്ലി ഓർ ചീപ്പ് ആണ്. അതായത് ഒരുപാട് കോസ്റ്റ്ലി അല്ല, എന്നാൽ ചീപ്പർ അല്ലാത്ത മെറ്റീരിയൽസ് ആയിരിക്കുള്ളൂ, ഐറ്റംസ് ആയിരിക്കുള്ളൂ ബി ടൈപ്പിൽ വരുന്നത്. പിന്നെ 100% ആണെങ്കിൽ അതിന്റെ 20% എന്തായിരിക്കുള്ളൂ? ബി ഐറ്റംസ് ആയിരിക്കുള്ളൂ ഉണ്ടായിരിക്കുക. ഓക്കെ, 20% ഓഫ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഇൻവെന്ററീസ്. ഇനി സി ഐറ്റംസോ? സി ഐറ്റംസ് കമ്പാരിറ്റീവ്ലി ചീപ്പർ ഇൻ കോസ്റ്റ് അല്ലെ? ചീപ്പ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും, വളരെ ചിലവ് കുറഞ്ഞ ചീപ്പർ ഐറ്റംസ് ആണ് സിയിൽ വരുന്നത്. ഓക്കെ, ക്വാണ്ടിറ്റിയുടെ 70% അടങ്ങിയിരിക്കുന്നത് സി ഐറ്റംസ് ആയിരിക്കുമല്ലോ. Then 10% of the total expenditure of inventories. മനസ്സിലായോ? 3 ഐറ്റംസും. ഇത് തീർന്നാവൊന്ന് നോക്കി പിള്ളേരെ ഈ ചാപ്റ്റർ. ഇനി ഉണ്ടല്ലേ അഡ്വാൻറ്റേജസ്, ജോബ് സമ്മറി. ഓ, കഴിഞ്ഞു. ചൊവ്വാഴ്ച തീരുള്ളൂ. കുറച്ചുകൂടെ ഉള്ളു, അത് തീരും, കുഴപ്പമില്ല. എത്ര നാളായാലും ചോദിച്ചിരിക്കുന്നത്. ഒരു ക്ലാസ് മതി തീർക്കാന്ന് വിചാരിച്ച വന്നു. പക്ഷെ ആ ക്ലാസിഫിക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അതാണ് സമയം പോയത്. കുഴപ്പമില്ല. ഞാൻ എടുത്താനായിരുന്നു, പക്ഷെ പിള്ളേരെ വേറെ ഒന്നല്ല, ഇന്ന് എനിക്ക് 4 ക്ലാസ് അടുപ്പിച്ചായിരുന്നു. അപ്പൊ ലാസ്റ്റ് ആയപ്പോ നിങ്ങളുടെ 4ാമത്തെ ക്ലാസ് ആണെന്ന്, കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് പോകണായിരുന്നു. അപ്പൊ അതാണ് ഒരു ഉഷാറുണ്ടായിരുന്നില്ല എടുക്കാനായിട്ട്. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തീർക്കണം എന്നൊക്കെ വന്നത്, പക്ഷെ നടന്നില്ല. ബോറാണ്, പക്ഷെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് എടുത്തില്ല. ഇത് കാര്യം മനസ്സിലാക്കി തന്നില്ല നിങ്ങൾക്ക്? മനസ്സിലാവാതിരുന്നില്ലല്ലോ? ബുദ്ധിമുട്ടിയാണെങ്കിലും പഠിച്ച് നല്ല ജോലി വാങ്ങിക്കണ്ടേ? കഷ്ടപ്പെടാൻ ഞങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെന്ന് ഞങ്ങൾക്ക് അറിയാം. സുഹൈന എവിടെയായിരുന്നു? കുറച്ച് സ്ഥലം കണ്ടിട്ട് അസലുണ്ടേ ഇവിടെ ഉണ്ട്. ഓക്കെ, പിള്ളേരെ ഇന്ന് എന്താണ്? ഇന്ന് ബാക്കി അതവിടെ നിൽക്കട്ടെ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് അവിടെ നിൽക്കട്ടെ. നമ്മൾ ചൊവ്വാഴ്ച തീർക്കും കേട്ടോ, പേടിക്കണ്ട. പിന്നെ എന്താ പറയാനുള്ളത്? പിന്നെ പെസഹ വ്യാഴമാണ് അല്ലെ? പെസഹ തിരുനാളാണ്. അപ്പൊ പെസഹ ആശംസകള്. നിങ്ങൾ പെസഹ അപ്പൊക്കെ ഉണ്ടാക്കാറുണ്ടോ? പെസഹ അപ്പം പാലൊക്കെ ഉണ്ടാക്കാറുണ്ടോ? അപ്പം ഉണ്ടാക്കിയല്ലേ? ഓക്കെ, ഞാൻ ഉണ്ടാക്കാറുണ്ടോ? ഞാൻ എല്ലാ വർഷവും ഉണ്ടാക്കാറുണ്ട്. നല്ല രസമല്ലേ? ഉണ്ടാക്കാൻ അറിയാത്തവരൊന്ന് യൂട്യൂബൊക്കെ നോക്കി ഉണ്ടാക്കി. വിഷു ഒക്കെ അടിപൊളിയായിരുന്നു സുഹൈന. വിഷു അടിപൊളിയായിരുന്നു, റംസാൻ അടിപൊളിയായിരുന്നു, ഈസ്റ്ററും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാ പരിപാടിയും ആഘോഷിക്കും, ഒന്നും വിടാറില്ല.
നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ, എപ്പോഴാണ് പോണേന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങ് ആഘോഷിക്കാം. ഉള്ളൂ. അപ്പൊ നമ്മൾ തമ്മിലുള്ള ദൂരമൊക്കെ കുറഞ്ഞു വരികയാണ്. ക്ലാസ് ഒക്കെ പതിയെ പതിയെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഏതാനും കുറച്ച് ചാപ്റ്ററുകൾ കൂടി കഴിഞ്ഞാൽ നിങ്ങളും പോകും അല്ലെ? ഈ ഒരു ബാച്ചും കൂടി പോവാണ്. നെക്സ്റ്റ് മന്ത് ആവുമ്പോഴേക്കും തീരുള്ളൂ. തീരും. ഞങ്ങളിപ്പോ 3 ബാച്ചിന്റെ കോൺവോക്കേഷൻസ് കഴിഞ്ഞു. കോൺവോക്കേഷൻ കഴിഞ്ഞ് നിങ്ങളാണ് അടുത്തത്. നിങ്ങളല്ല, 8, 9, 10 അത് കഴിഞ്ഞിട്ട് നിങ്ങളായിരിക്കും. PGയുടെ കാര്യം എനിക്ക് അറിയില്ലട്ടോ, ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. PG ക്ലാസ്സിൽ ഞാനില്ലടോ, ഞാൻ അത്ര വലുതായിട്ടില്ല PG ഒക്കെ. ഓക്കെ, അറിയില്ലടോ, ഇട്ടാലും നമ്മൾ എടുക്കും. അറിയില്ല, പറയുമോ ഇൻസ്ട്രക്ഷൻസ് വരുമ്പോൾ ഞങ്ങൾ ക്ലാസ് എടുക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഈസ്റ്റർ കേട്ടോ. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കാം, ലെഫ്റ്റ് ആണോ? ഓക്കെ നിഷ, ഹാപ്പി ഈസ്റ്റർ.